ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആരുടെ മുൻപിലും കൈനീട്ടിയിട്ടില്ല മോളെ ഞാൻ. അമ്മയ്ക്ക് അടുപ്പമുള്ള ചില മാന്യന്മാരായ വ്യക്തികളുണ്ട്. അവരിൽ ഒരാളെയാണ് ഞാൻ പോയി കണ്ടത്. അയാൾ തറപ്പിച്ചു പറഞ്ഞിരുന്നതാണ് ഞാനിന്ന് ചെല്ലുമ്പോൾ എനിക്ക് ആവശ്യമുള്ള പണം നൽകാമെന്ന്. പെട്ടെന്നല്ലേ അയാൾക്ക് ഇങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടായത്? അത് കേട്ട് നിന്ന് കരയുന്ന ദീപയോട് വീണ്ടും ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അയ്യോ മോളതൊന്നും കേട്ട് വിഷമിക്കേണ്ട. അമ്മ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജയലാലിനെ പോലൊരു നല്ലൊരു പയ്യനെ ഞാൻ വിട്ടുകളയില്ല ഒരിക്കലും. ദീപ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പറയുകയാണ്, ദേ നോക്കമ്മേ, അമ്മയ്ക്കിപ്പോൾ ഉറക്കക്കുറവുണ്ട്. ആഹാരമൊക്കെ കഴിച്ചെന്ന് വരുത്തിയിട്ട് പോവുകയാണ്. അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മോളെ. സ്ത്രീധന സമ്പ്രദായങ്ങൾക്കൊക്കെ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഒളിഞ്ഞും തെളിഞ്ഞും മിക്ക ആൾക്കാരും അതൊക്കെ ചോദിക്കുന്നുണ്ട്, കൊടുക്കുന്നുമുണ്ട്. ഇവിടെ പിന്നെ സ്ത്രീധനമോഹിയായ ഒരാൾക്കല്ല അമ്മ ഇതൊക്കെ കൊടുക്കുന്നത്. എന്റെ മോളെ ജീവനായിട്ട് കരുതുന്ന ഒരാൾക്കാണ്. അതും ജയലാലിന് വേണ്ടിയല്ല, ആ മോന്റെ അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 50 പവൻ നിസ്സാരമായിട്ട് തന്നില്ലേ, അതിന്റെ പവൻ തിരികെ കൊടുക്കാമെന്നും പറഞ്ഞു. അതിന് കുറച്ച് സാവകാശം കിട്ടിയാലും ബാക്കി പറഞ്ഞതൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അത് മോശമല്ലേ? മോൾക്ക് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ്, അമ്മയെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോവുകയാണ് ദീപ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന ജയലാലിനെയാണ്. അതേസമയം ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് ദീപ. എന്തൊക്കെയുണ്ടെന്ന് ജയലാൽ ചോദിക്കുമ്പോൾ ദീപ പറയുകയാണ്, അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. പറഞ്ഞ സമയത്ത് കല്യാണം നടക്കുമോ എന്ന് സംശയം പോലെ. എന്തു പറ്റിയെന്ന് ജയലാൽ ചോദിക്കുമ്പോൾ അത് പിന്നെയും പറഞ്ഞ് പതറുകയാണ് ദീപ. ജയലാൽ പറയുകയാണ്, തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വയ്ക്കാതെ തുറന്നു പറയണമെന്ന്. ദീപ പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. പൈസ ഒത്തു വന്നില്ല, അതുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുമോന്ന് അമ്മയ്ക്കൊരു സംശയം പോലെ. ഇനി താനൊന്നും സംസാരിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം. ദീപ പറയുകയാണ്, ഞാനിത് വിളിച്ചു പറഞ്ഞു എന്ന് അമ്മ ഒരിക്കലും അറിയരുത്. അതറിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. ജയലാൽ പറയുകയാണ്, കല്യാണം മാറ്റിവെക്കുകയാണെങ്കിൽ അതിന്റെ കാരണം പറയണ്ടേ? അപ്പോൾ ഞാനത് അറിയില്ലേ? അമ്മ ഒന്നുകൂടി ശ്രമിക്കാമെന്നാണ് പറഞ്ഞത്. അതൊക്കെ ഞാനിവിടെ വന്നിട്ട് തീരുമാനിക്കാം, താൻ ഫോൺ വയ്ക്ക്. പിന്നീട് ദീപയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ജയലാൽ. വാതിൽ തുറന്ന ഭാഗ്യലക്ഷ്മി ജയലാലിനെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. അമ്മയെ ഒന്ന് കാണാൻ വന്നതാണ് ഞാൻ. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതേസമയം ദീപയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ഉണ്ടെന്ന് പറയുകയാണ് ജയലാൽ. അമ്മയുടെ മോൾ എന്നെ വിളിച്ചിരുന്നു. ഒരു 50 പവന്റെ സ്വർണം ഞാൻ ദീപയുടെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു. ആരും ആവശ്യപ്പെട്ട് കൊടുത്തതല്ല, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ് കൊടുത്തുവിട്ടത്. 100 പവനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതമ്മയെ കൊച്ചാക്കുമെന്നോ അല്ലോ എന്ന് കരുതി ചെയ്യാതിരുന്നതാണ്. ഇപ്പോ അതിന്റെ പണം സംഘടിപ്പിക്കാൻ വേണ്ടി അമ്മ ഓടി നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ദീപയെ നോക്കിയിട്ട് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അതപ്പോഴേക്കും മോൾ അറിയിച്ചോ? അമ്മയുടെ ബുദ്ധിമുട്ടുകൾ മറ്റാരെക്കാളും തിരിച്ചറിയുന്ന കൂട്ടത്തിലാണ് അമ്മയുടെ 2 പെൺമക്കൾ. അതുകൊണ്ട് അവരുടെ അമ്മയ്ക്ക് വിഷമമുണ്ടാകുമ്പോൾ അമ്മയേക്കാൾ കൂടുതൽ അവർ വിഷമിക്കും. ആ വിഷമത്തിന് പരിഹാരം കാണാനും ശ്രമിക്കും. അതുകൊണ്ടാണ് എന്നെ ദീപ വിളിച്ച് അമ്മയുടെ സങ്കടം പങ്കുവച്ചത്. ഇങ്ങോട്ട് പണവും സ്വർണവും തന്ന് എന്റെ മോളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മോനെ. ജയലാൽ പറയുകയാണ്, ലോകത്ത് മക്കളെ സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയും അത് ആഗ്രഹിക്കില്ല. ഇത് ഞാൻ പുണ്യാളനാവാൻ ശ്രമിച്ചതല്ല. അമ്മയുടെ മോളെ എനിക്ക് വേണം. ഈ പൊന്നും പണവും ഒന്നും നമ്മുടെ കൈവശം ഇരിക്കില്ല അമ്മേ. നമ്മുടെ കാലശേഷം ഇതൊക്കെ മറ്റൊരാൾ അനുഭവിക്കാനുള്ളതാണ്. നമ്മൾ ജീവിക്കുന്ന മണ്ണ് പോലും, നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങൾ യുദ്ധം ചെയ്ത് ഓരോന്ന് വെട്ടിപ്പിടിച്ചിട്ട് എല്ലാ യുദ്ധത്തിന്റെയും അവസാനം നിരാശയായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാരെങ്കിലും ആ ദൈവവാക്കിന് ചെവി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ജയലാലിന്റെ ഈ വാക്കുകളൊക്കെ അത്ഭുതത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മിയും ദീപയും. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോൻ ഇരിക്കുക. ഇല്ല അമ്മേ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ ഓടി വന്നതാണ്. അമ്മ ഒരിക്കലും പണത്തിനു വേണ്ടി ഓടി നടക്കരുത്. കൈക്കൂലി വാങ്ങാത്ത ഒരു വില്ലേജ് ഓഫീസർക്ക് ഇഷ്ടം പോലെ പൊന്നും പണവും കൊടുത്ത് മോളെ കെട്ടിച്ചുവിടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ പോലെ ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും അത് കഴിയുകയും ഇല്ല. അവര് മക്കളെ നന്നായി പഠിപ്പിക്കും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് സാമാന്യം നല്ലൊരു ബന്ധം ഒത്തുവരുമ്പോൾ അവരെ കല്യാണം കഴിപ്പിച്ചയക്കും. അതാണ് പതിവ്. അമ്മയും അങ്ങനെ തന്നെയാണല്ലോ ചിന്തിക്കുന്നത്.
ഇടയ്ക്ക് അവൾക്ക് ചെറിയൊരു അത്യാഹിതം സംഭവിച്ചു. അത് ഇയാള് പോലും അറിയാതെ സംഭവിച്ച തെറ്റാണെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് എന്നെപ്പോലെ ഒരാളെ ഇവിടെ എത്തിച്ചതെന്നാണ് എന്റെ വിശ്വാസം. ഇനിയിപ്പോ അമ്മ കൂടുതലൊന്നും അലഞ്ഞു നടക്കേണ്ട. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിക്കാം. അതൊക്കെ പരിഹരിച്ച് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം. അതിനാകെയുള്ള തടസ്സം എന്റെ അമ്മയാണ്. എന്തായാലും കല്യാണത്തിന് മുൻപ് അമ്മ ഒന്നും അറിയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കല്യാണം കഴിഞ്ഞ ശേഷം അറിഞ്ഞാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. കരഞ്ഞ് കാല് പിടിച്ചിട്ടായാലും അമ്മയെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചോളാം. പിന്നെ എന്റെ ബന്ധുക്കളോടൊന്നും ഇയാൾക്കുണ്ടായ ദുരിതത്തെപ്പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോനെ, ഇനി പണവും സ്വർണമായിട്ടൊന്നും മോളുടെ കയ്യിൽ കൊടുത്തു വിടരുത്. അങ്ങനെ എന്തെങ്കിലും അമ്മയുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ഞാൻ കൊടുത്തു വിടുമ്പോൾ അമ്മയുടെ മകൻ തരുന്ന സഹായമായിട്ട് കരുതിക്കൂടെ? എന്നെ ഒരു മകനായി കണ്ടൂടെ? അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പവും ഇല്ല. ഇത് കേട്ട് മനസ്സ് നിറഞ്ഞ് ചിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ജയലാൽ പറയുകയാണ്, ശരി, എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ഇപ്പൊ സമാധാനമായോ എന്ന് ദീപയോട് ചോദിക്കുമ്പോൾ കരഞ്ഞ് സങ്കടപ്പെട്ട് ജയലാലിനെ തൊഴുകയാണ് ദീപ. ജയലാൽ ചോദിക്കുകയാണ്, എന്തായി കാണിക്കുന്നത്? ഇപ്പൊ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? തന്റെയും അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യുവല്ലേ. അതിനിങ്ങനെ തൊഴണോ? ജീവിത പങ്കാളി ഒരിക്കലും ഭർത്താവിന്റെ മുൻപിൽ കൈകൂപ്പി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല. തന്നേക്കാൾ മൂത്തതായതുകൊണ്ട് വേണമെങ്കിലൊന്ന് ബഹുമാനിക്കാം. ദക്ഷിണ വല്ലതും തരുമ്പോൾ പാദത്തിലൊന്ന് തൊട്ടു തൊഴുവാം. അതിനപ്പുറം ഒന്നും വേണ്ട. പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ശരിയെന്ന് തലയാട്ടുകയാണ് ദീപ. ജയലാൽ പോയ ശേഷം കഥ കടക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അതേസമയം മുറ്റത്ത് നിന്ന് വണ്ടിയിൽ ജയലാൽ വണ്ടിയിലേക്ക് കയറുമ്പോൾ വിജയകുമാർ അവിടേക്ക് എത്തുകയാണ്. വിജയകുമാറിനെ കണ്ട് തിരിച്ച് കാറിൽ നിന്നും ഇറങ്ങുകയാണ് ജയലാൽ. ജയലാലിനെ ഒന്ന് അടിമുടി നോക്കിയിട്ട് വിജയകുമാർ പറയുകയാണ്, ഇടയ്ക്കും മുറയ്ക്കും താൻ എന്റെ മോളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടും വരുന്നുണ്ട്. കല്യാണം നടക്കുമെന്ന് ഉറപ്പിച്ചിട്ട് പോരെ ജയലാലെ ഇതൊക്കെ? ജയലാൽ പറയുകയാണ്, കല്യാണം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. വിജയകുമാർ പറയുകയാണ്, എടാ കൊച്ചനെ, നീ ഈ പറയുന്ന സ്ത്രീധനമൊന്നും തരാൻ ഇവിടെ വകുപ്പില്ല. എന്റെ ഭാര്യ എത്ര കിടന്ന് ഓടിയാലും അത് സാധിക്കില്ല. എനിക്കും എന്ന് പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, അച്ഛൻ അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരാളല്ലല്ലോ. മക്കളുടെ കാര്യത്തിൽ അമിതമായി ചിന്തിക്കുന്ന ഒരാളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ജയകുമാർ ചോദിക്കുകയാണ്, അത് നീ എങ്ങനെ മനസ്സിലാക്കി? എന്റെ മോള് പറഞ്ഞോ, അല്ലെങ്കിൽ എന്റെ ഭാര്യ പറഞ്ഞോ? ഒരിക്കലുമല്ല. ഈ കല്യാണം നടത്താൻ മീഡിയേറ്ററായി നിന്ന ഒരാൾ ഈ കുടുംബത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് വിജയകുമാർ പറയുകയാണ്, ഓ, ഡോക്ടർ ഇക്ബാൽ. ഇയാളെ എന്റെ ഭാര്യയുടെ അടുത്ത സുഹൃത്താണ്. ആള് മാഡം എന്നൊക്കെയാണ് വിളിക്കുന്നതെങ്കിലും ഈ മാഡവുമായിട്ട് ഡോക്ടർക്ക് അടുത്ത ഒരു അടുപ്പമുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ എന്നേക്കാൾ. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ജയലാൽ പറയുകയാണ്, അത് അച്ഛന്റെ പരാജയമല്ലേ? ഇത് കേട്ട് വിജയകുമാർ പറയുകയാണ്, ആഹാ, മരുമോനും കൊള്ളാലോ. എടാ കൊച്ചനെ, ജീവിതത്തിൽ ഞാൻ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പഠിക്കുന്ന സമയത്ത് പോലും നല്ല മാർക്കോട് കൂടിയാണ് ഞാൻ ജയിച്ചു കയറിയത്. LLBക്ക് പോലും അതിനുശേഷം കോടതിയിലും ജയം എനിക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ തോറ്റു. അല്ല, എന്റെ ഭാര്യ എന്നെ തോൽപ്പിച്ചു. ജയലാൽ പറയുകയാണ്, ആ തോൽവിയുടെ കഥയൊക്കെ എനിക്കറിയാം. അവളുടെ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. കല്യാണത്തിന് മുൻപേ തന്നെ അമ്മായിയമ്മയെ ന്യായീകരിച്ചു തുടങ്ങി അല്ലേ? അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതെ, ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ എന്നെ തോൽപ്പിച്ചു, അതും കോടതിയിൽ. അതിനുശേഷം എനിക്ക് എന്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാറിൽ പോയി ലിക്കർ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബില്ല് പേ ചെയ്യുന്നതും എന്റെ സുഹൃത്തുക്കളാണ്. അതറിയാമോ നിനക്ക്? പുച്ഛിച്ചുകൊണ്ട് ജയലാൽ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് ദിവസവും ബാറിലേക്ക് പോകുന്നത്? ബില്ല് സുഹൃത്തുക്കളെ കൊണ്ട് പേ ചെയ്യിക്കുന്നത് എന്തിനാ? പിന്നെ നീ എനിക്ക് പൈസ തരുമോടാ അവിടെ കൊടുക്കാൻ? ഞാൻ അച്ഛന്റെ മകളെ വിവാഹം കഴിക്കാൻ വന്ന ഒരു പയ്യനാണ്. എന്നോട് പെൺകുട്ടിയുടെ അച്ഛൻ മദ്യപാനിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഷ്യപ്പെട്ട് വിജയകുമാർ പറയുകയാണ്, നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ലെങ്കിൽ ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് അങ്ങ് പോടാ എന്ന് ആക്രോശിക്കുകയാണ് വിജയകുമാർ. അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയുമായിട്ട് പരിചയപ്പെട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ ബന്ധത്തിന് അധികം ആയുസ്സൊന്നും ഇല്ലാന്ന്. എന്റെ മോളെ പോലെ തന്നെ നിനക്കും ഒരു മോശം പേരുണ്ട്. ഏത്? ജയിൽ പുള്ളിയായ ഒരമ്മയുടെ മോശം മകൻ എന്നുള്ള ഒരു പേര്. സാധാരണ ആണുങ്ങളൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ ജയിലിൽ പോകാറുണ്ട്. പക്ഷേ പെണ്ണുങ്ങൾക്കൊരു അങ്ങനെ ഒരു വിധി ഉണ്ടാകുന്നത് വളരെ വളരെ അപൂർവമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരമ്മയുടെ മോന് ഒരുമാതിരി നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെയും കിട്ടത്തില്ല.
അങ്ങനെ വന്നപ്പോൾ ഇത്തിരി പോരായ്മയുള്ള പെൺകുട്ടി തന്നെ വേണമെന്ന് നിനക്കങ്ങ് തോന്നി. അങ്ങനെയല്ലേടാ നീ എന്റെ മോളെ തേടി പിടിച്ചു വന്നത്? അച്ഛന്റെ മോൾക്ക് പോരായ്മകളുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാ മനുഷ്യനും മോശ സമയവും നല്ല സമയവും ഉണ്ട്. അങ്ങനെ ഒരു മോശ സമയം വന്നപ്പോൾ ദീപയ്ക്കൊരു ചതി പറ്റി. അല്ലാതെ ആ കുട്ടിയെ പോലെ നല്ല പെൺകുട്ടികൾ ഈ ജനറേഷനിൽ ഉണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. വിജയകുമാർ ചോദിക്കുകയാണ്, അതിലിനെ ക്രെഡിറ്റ് കൊടുക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് മാത്രമായിരിക്കും. സംശയം എന്താ? ഇങ്ങനെ ഒരു അച്ഛന്റെ മകൾ ഒരിക്കലും നല്ല രീതിയിൽ വളർന്നു വരില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മക്കളുടെ ഭാവിയെപ്പറ്റി 1% പോലും ചിന്തയില്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. വിജയകുമാർ പറയുകയാണ്, ഡാഡാ, ഞാൻ ഇതുവരെ നിന്റെ അമ്മയെ വിളിച്ചിട്ടില്ല. നടന്നതൊന്നും നിന്റെ അമ്മയോട് പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ കള്ളം പറഞ്ഞതാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് അർത്ഥം. നീയെ എന്നെ കൂടുതൽ ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം ഞാൻ നിന്റെ അമ്മയെ വിളിച്ച് പറയും. പിന്നെ എന്റെ മോളുടെ വിവാഹം നടന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും മുതിരാതെ മാറി നിൽക്കുന്നത്. എങ്കിലും വലിയൊരു സത്യം മറച്ചുവെച്ച് ഈ വിവാഹം നടത്തുന്നതിന്റെ എല്ലാ ടെൻഷനും എനിക്കുമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, കല്യാണം കഴിഞ്ഞു പോകുന്ന അതേ വേഗത്തിൽ എന്റെ മോള് തിരിച്ചു വരും എന്നുള്ള ഭയം കൊണ്ട്. ജയലാൽ പറയുകയാണ്, ഒരിക്കലുമില്ല. വിജയകുമാർ പറയുകയാണ്, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്. കല്യാണത്തിന് മുൻപേ എന്റെ മോളെ സംസാരത്തിലൂടെ വലയിലാക്കിയിട്ട് മുഹൂർത്തമെത്തുമ്പോൾ അവളെ തള്ളിക്കളയാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ഈ മനസ്സിൽ നിന്ന് തന്നെ എടുത്തങ്ങ് കളഞ്ഞേക്കണം. ജയലാൽ പറയുകയാണ്, അതിന് അച്ഛനല്ല ഞാൻ പെണ്ണുങ്ങളുടെ കണ്ണീര് കണ്ട് സന്തോഷിക്കുന്ന ഒരാളുമല്ല. എനിക്കും അമ്മയും പെങ്ങളും ഒക്കെയുണ്ട്. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ദീപയെ സ്നേഹിച്ച് വഞ്ചിക്കാനല്ല, ഭാര്യയായിട്ട് ഒന്നിച്ചു കൂടെ കൂട്ടാനാണ്, ഒന്നിച്ചു ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സംസാരങ്ങൾ തമ്മിൽ കാണുമ്പോൾ ഒഴിവാക്കണം. പ്ലീസ് എന്ന് പറഞ്ഞ് വിജയകുമാറിനെ തൊഴുതിട്ട് പോവുകയാണ് ജയലാൽ. ജയലാൽ പോയ ശേഷം വിജയകുമാർ കരുതുകയാണ്, ഇപ്പോഴവൻ പുണ്യവാളിനൊക്കെ ആകും. കല്യാണം നടന്നിട്ട് നടന്നു എന്ന് പറയാം. പിന്നീട് കാണിക്കുന്നത് ജീപ്പിന്റെ മുകളിലിരിക്കുന്ന കാർത്തികേയനെയാണ്. അവിടെ കാർത്തിക് കൂട്ടുകാരും ആരെയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അന്നേരം അവിടേക്ക് ഒരാൾ ബൈക്കിൽ എത്തുകയാണ്. കാർത്തി ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഹെൽമറ്റ് ഒക്കെ വെച്ച് ഓടിക്കാൻ തുടങ്ങിയോ? ഭയങ്കര ചെക്കിംഗ് ആണ്. ഹെൽമറ്റ് വെച്ച് വണ്ടി ഓടിച്ചാൽ ആരും കാണില്ലല്ലോ. പോലീസുകാരും വടിവാളും കൊണ്ട് നടക്കുന്ന ആരും എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് എല്ലാവരും. ജീപ്പിന്റെ മുകളിൽ നിന്നും ഇറങ്ങി കാർത്തി പറയുകയാണ്, എടാ ഞണ്ടേ, നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. പണം എത്ര വേണമെങ്കിലും തരാം. ഞണ്ട് ചോദിക്കുകയാണ്, എന്താ, ഏതെങ്കിലും വീട് കുത്തിപ്പൊളിച്ച് ആഭരണങ്ങൾ എടുക്കണോ? കാർത്തി പറയുകയാണ്, വീട് കുത്തിപ്പൊളിക്കണം, പക്ഷെ എന്നിട്ടൊന്നും എടുക്കാനല്ല. അകത്ത് കയറി ഒരുത്തിയങ്ങ് തട്ടണം. ഞണ്ട് പറയുകയാണ്, ഓഹോ, കൊലയാണല്ലേ. ഞാൻ ജയിലിൽ നിന്നും കുറച്ചു ദിവസമായിട്ടേ ഇറങ്ങിയുള്ളൂ. ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, ഞാനും പരോളിലാടാ. തിരിച്ചു പോകുന്നതിന് മുൻപ് അവളെ ചിതയിൽ വയ്ക്കണം. ഇവിടെ സത്യസന്ധയായ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നോ? ഞണ്ട് ചോദിക്കുകയാണ്, അണ്ണനും അച്ഛനും തലവേദനയായ ഒരുത്തിയല്ലേ? അതെ, അവൾക്കൊരു ഇളയ മകളുണ്ട്, ദിയ എന്നാണ് അവളുടെ പേര്. രാത്രി വീട്ടിനകത്ത് കയറി അവളെ തട്ടണം. അണ്ണന് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പഴയ പോലെയൊന്നും അല്ല. ഒരു പെൺകൊച്ചിനെ കുത്തിക്കൊന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്നവരും ഇപ്പോൾ കാണത്തില്ല. കാർത്തി പറയുകയാണ്, അതൊക്കെ ഞാനും എന്റെ അച്ഛനും നോക്കിക്കോളാം. നിനക്ക് ആവശ്യത്തിലധികം പണവും തരാം, പക്ഷേ പറഞ്ഞ കാര്യം നടക്കണം. അണ്ണനൊരു കാര്യം പറയുമ്പോൾ ഞാനത് ചെയ്യാതിരിക്കുമോ? നിനക്ക് ബുള്ളറ്റ് ജഗൻ ഒരുത്തനെ അറിയാമോ? ഒന്ന് ഭയപ്പെട്ട് ഞണ്ട് പറയുകയാണ്, അണ്ണ, അവൻ ഭയങ്കര സാധനമാണ്. കയ്യില് വാക്കല്ലാതെ കിട്ടിയാൽ നമ്മൾ പിന്നെ കാണത്തില്ല. കാർത്തി പറയുകയാണ്, എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, ജയിലിനകത്ത് വെച്ചും പുറത്തു വെച്ചും. അത് ശരി, അവനോട് ഇടയാത്തതാണ് നല്ലത്. അവനോട് ഇടഞ്ഞാൽ ഇനി അവനെ തട്ടണം. ഇത്തിരി ജീവൻ ബാക്കി വെച്ചാൽ അവൻ പിന്നെ നമ്മുടെ പൊടി പോലും കാണിക്ക വെക്കത്തില്ല. എടാ, അതെനിക്കറിയാം. അവനും നീ കൊല്ലാൻ പോകുന്ന പെണ്ണും തമ്മിൽ വലിയ അടുപ്പത്തിലാണ്. പേടിച്ച് ഞണ്ട് പറയുകയാണ്, അയ്യോ, എങ്കിൽ പിന്നെ കേസ് എടുക്കാത്തതാണ് നല്ലത്. നടപടിയാകുമല്ലോ എല്ലാത്തിനും. അന്നേരം കുറച്ച് പൈസ എടുത്ത് ഞണ്ടിന്റെ കയ്യിൽ കൊടുത്തിട്ട് കാർത്തി പറയുകയാണ്, ഇതങ്ങോട്ട് വച്ചേക്ക്. അഡ്വാൻസ് ആയിട്ട് കണക്കാക്കേണ്ട. ലക്ഷങ്ങൾ നിന്റെ കയ്യിൽ വരും. നീ ചിന്തിക്കാത്ത അത്രയും തുക. പക്ഷെ ഇന്ന് രാത്രി കാര്യം നടക്കണം. ഞണ്ട് പറയുകയാണ്, എങ്കിൽ രാവിലെ വീട്ടിലേക്കൊന്ന് നോക്കണം. എത്ര ഉറപ്പുള്ള വീടാണെങ്കിലും അത് തുറന്ന് അകത്ത് കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനിയിപ്പോ ജനൽ തുറന്നു കുത്താനാണെങ്കിൽ അതായിരിക്കും ആദ്യം ചെയ്യുന്നത്. ഏതായാലും ഞാനൊന്ന് നീങ്ങട്ടെ. അണ്ണന്റെ ബാറിലേക്ക് പോര്. നമുക്ക് അവിടെ നിന്ന് വിശദമായിട്ട് സംസാരിക്കാം. ശരി, നീ എങ്ങോട്ട് വിട്ടോ എന്നും പറഞ്ഞു ഞണ്ടിനെ പറഞ്ഞു വിടുകയാണ് കാർത്തി.
ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.